Pixel 8 series launch ചെയ്യാനായിട്ട് ഏകദേശം 3 മാസം കൂടെ ഉള്ളൂ. ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ Pixel 8 സീരീസിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അതുപോലെ അതിൻ്റെ റെൻഡറും കാര്യങ്ങളും ലീക്ക് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു Pixel 8 സീരീസിൻ്റെ ആ ഒരു റെൻഡറും കാര്യങ്ങളും വന്നിരിക്കുന്നത് 8ഉം 8 പ്രോയും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള 8 പ്രോയിൽ വന്നിരിക്കുന്ന മേജറായിട്ടുള്ള കുറച്ച് ചേഞ്ചസും കാര്യങ്ങളായിരിക്കും നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് അറിയിക്കുക. അതായത് ഈ ഒരു രണ്ട് മോഡൽസിലും വന്നിരിക്കുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഫസ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ക്യാമറ മൊഡ്യൂളാണ്. അതിൻ്റെ ആ ഒരു സെറ്റപ്പ് തന്നെ ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് നമ്മുടെ പെരിസ്കോപ്പ് ലെൻസ് സെപ്പറേറ്റും പിന്നെ നമ്മുടെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും മെയിൻ ലെൻസും ഒരുമിച്ചായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഈ ഒരു 8 പ്രോ സീരീസിൽ വരുന്ന സമയത്ത് ഈ ഒരു എല്ലാ ലെൻസും കൂടെ മെർജ് ആയിട്ട് ഓരോ ഒറ്റ കട്ടൗട്ടിലായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു റെൻഡർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ലുക്കിങ് കാര്യങ്ങൾ നമുക്ക് ബാക്ക് സൈഡിൽ തരുന്നതായിരിക്കും. എനിക്കിത് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് വെർഷനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ലുക്ക് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചേഞ്ച് വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ക്യാമറ മൊഡ്യൂൾ കുറച്ചും കൂടെ വലിപ്പമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ഒരു ടോട്ടൽ ക്യാമറ സിസ്റ്റം ഇപ്പം വലുതായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു Pixel 8 പ്രോയിൽ കുറച്ച് ബിഗറായുള്ള ഒരു ക്യാമറ മൊഡ്യൂൾ സെറ്റപ്പാണ് കൊണ്ടുവന്നിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്രമാത്രം ആ ഒരു കട്ടൗട്ടുമായിട്ട് ക്ലോസർ ആയുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ആ ഒരു ക്യാമറ മൊഡ്യൂൾ വന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതായിരിക്കും. പ്രീവിയസ് വേർഷൻ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ലാർജ് ആയിട്ടുള്ള സൈസും കാര്യങ്ങൾ ആ ഒരു ക്യാമറ മൊഡ്യൂളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്യാമറ മൊഡ്യൂൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു വലിയ ലെൻസ് കാണാൻ പറ്റും. അതെന്ന് പറയുന്നത് മെയിൻ ലെൻസ് അല്ല. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, അത് മെയിൻ ലെൻസ് അല്ല, അതാണ് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് നമ്മുടെ ആ ഒരു മെയിൻ ലെൻസും റൈറ്റ് സൈഡിലുള്ളതാണ് പെരിസ്കോപ്പ് ലെൻസും വരുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലാക്ക് ഡോട്ട് കാണാൻ പറ്റും. അതെന്ന് പറയുന്നത് ഒരു ലേസറാണ്. അത് ബേസിക്കലി അതൊരു ഓട്ടോ ഫോക്കസിങ്ങിന് വേണ്ടിയുള്ള ഒരു ലേസറാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു 8 പ്രോയിൽ അതൊരു ലേസർ അല്ല, ലൈഡാർ മൊഡ്യൂൾ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആ ലേസർ എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ നമ്മുടെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസിൻ്റെയും അതുപോലെ മെയിൻ ലെൻസിൻ്റെയും ഇടയ്ക്കായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ആ ഒരു Pixel 8 പ്രോൻ്റെ റെൻഡർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ചേഞ്ച് വരുന്നതെന്ന് പറയുന്നത് ഡിസ്പ്ലേയിലാണ്. അതായത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്നത് കർവ്ഡ് ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ ഈ ഒരു 8 പ്രോ സീരീസ് വരുന്ന സമയത്ത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആ ഒരു റെൻഡർ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഫുൾ ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിൽ, അതായത് Pixel 7 ആ ഒരു സീരീസിൻ്റെ ആ ഒരു ലെവലിലേക്ക് അതിൻ്റെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ക്രീന് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കർവ് ഡിസ്പ്ലേ മാനുഫാക്ചർ ചെയ്യുന്നതിനേക്കാളും നമുക്ക് ചീപ്പായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കും ഈ ഒരു 8 പ്രോ സീരീസിൽ അവർ ഈ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ കൊണ്ടുവരുന്നത്. Pixel 7 പ്രോ സീരീസിനേക്കാളും കുറച്ചും കൂടി തിന്നറായുള്ള ബെസൽസും കാര്യങ്ങളാണ് ഈ ഒരു 8 പ്രോ സീരീസിൽ വരുന്നത്. നിങ്ങൾ ആ ഒരു റെൻഡറും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ Pixel 7 പ്രോ സീരീസിനേക്കാളും ഹാഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ പകുതി മാത്രം തിക്നെസ്സും കാര്യങ്ങളാണ് ഈ ഒരു 8 പ്രോ മോഡലിൽ വരുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു Pixel 8 പ്രോയിൽ താഴെയായിട്ട് ഒരു വലിയ ചിഹ്നം കാര്യങ്ങളും വരുന്നുണ്ട്. അത് നമ്മുടെ 7 പ്രോ സീരീസിലും വന്നിരിക്കുന്ന പോലെ ഏകദേശം സെയിം ആയുള്ള രീതിയിലുള്ള ചിഹ്നം കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ടോപ്പ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രീവിയസ് വേർഷനെക്കാളും കുറച്ചും കൂടെ സൈസുള്ള സ്പീക്കർ ഗ്രില്ലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സൈസും വിഡ്ത്തും ഉള്ള ഒരു സ്പീക്കർ ഗ്രില്ലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇങ്ങനെ കൊണ്ടുവരുന്നതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഒരു സ്പീക്കർ ഗ്രില്ലിൽ നിന്ന് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സ്പീക്കറിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഈ ഒരു രണ്ട് മോഡലിൽ നമുക്ക് ടെൻസർ G3 എന്ന് പറയുന്ന ആ ഒരു ചിപ്സെറ്റിലായിരിക്കും വരാൻ പോകുന്നത്. അതായത് 8ലും 8 പ്രോയിലും ഈ ഒരു ടെൻസർ G3 എന്ന് പറയുന്ന ചിപ്സെറ്റും അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും അതിൻ്റെ അപ്ഡേറ്റും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ Pixel 8 നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് മേജറായുള്ള 5 കാര്യങ്ങളാണ് ചേഞ്ചസും കാര്യങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു Pixel 8 നോക്കുകയാണെങ്കിൽ കുറച്ച് സൈസ് ഡിഫറൻസും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. പ്രീവിയസ് വേർഷനായുള്ള ആ ഒരു Pixel 7നേക്കാളും കുറച്ചുകൂടെ സൈസ് കുറവായിട്ടുള്ള ഒരു മോഡലാണ് ഇതിൽ വരുന്നത്. അതായത് 6.2 ഇഞ്ചിൻ്റെ ആ ഒരു ഡിസ്പ്ലേ സൈസും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു മോഡലിൽ നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്. പ്രീവിയസ് വേർഷൻ Pixel 7 എന്ന് പറയുന്നത് 90 Hz റിഫ്രഷ് റേറ്റ് ആയിരുന്നു. നമ്മുടെ Pixel 8 പ്രോയിൽ ഉള്ളതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ ലാർജ് ആയിട്ടുള്ള ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളാണ് ഈ ഒരു മോഡലും കൊണ്ടുവന്നിരിക്കുന്നത്, Pixel 8ലും കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ Pixel 7 പ്രോയിൽ ഉണ്ടായിരുന്ന ആ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആയിരിക്കും ഈ ഒരു 8ൽ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ 8 പ്രോയിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ നമുക്ക് തിക്നെസ് കുറഞ്ഞുള്ള ബെസൽസും കാര്യങ്ങളായിരിക്കും ഈ ഒരു 8ലും വരാൻ പോകുന്നത്. നിങ്ങൾ ആ ഒരു മോഡൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. Pixel 7നേക്കാളും കുറച്ചും കൂടെ തിക്നെസ് കുറഞ്ഞുള്ള ബെസൽസും കാര്യങ്ങളാണ് Pixel 8ൽ കൊണ്ടുവന്നിരിക്കുന്നത്. Pixel 7 എന്ന് പറയുന്നത് ഏകദേശം സ്ക്വയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയും കാര്യങ്ങളാണ് കൊണ്ടുവന്നിരുന്നതെങ്കിൽ ഈ ഒരു Pixel 8 വരുന്ന സമയത്ത് കുറച്ചും കൂടെ റൗണ്ടർ ആയിട്ടുള്ള ഒരു ഷേപ്പും കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ച് റൗണ്ടർ ആയിട്ടുള്ള എഡ്ജും കാര്യങ്ങളും വരുന്നുണ്ട്. ആ ഒരു സ്ക്വയർ ഷേപ്പ് മാറി റൗണ്ടർ ആയുള്ള രീതിയിലാണ് വരുന്നത്. അതും നമ്മുടെ സാംസങ്ങിൻ്റെ Galaxy S23ൻ്റെ ഏകദേശം ഒരു ഷേപ്പിൽ അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു Pixel 8 കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ അധികം ചേഞ്ചസും കാര്യങ്ങളാണ് ഈ ഒരു രണ്ട് മോഡൽസിലും വരുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.